ഓഫർ തട്ടിപ്പിൽ തൃശൂരിലെ 14 ഏജൻസികളിൽ നിന്നായി തട്ടിയത് 2,13,00,000 രൂപ. 355 പേരിൽ നിന്ന് ഇരുചക്ര വാഹനങ്ങൾ നൽകാമെന്ന് പറഞ്ഞ് പണം തട്ടിയെടുത്തു. ലാപ്ടോപ്പും തയ്യൽ മെഷീനും നൽകാമെന്ന് പറഞ്ഞും തട്ടിപ്പ് നടത്തി. അനന്തകൃഷ്ണന്റെ 3 അക്കൗണ്ടുകളിലേക്കാണ് ഈ പണം എത്തിയതെന്നും NGO കോൺഫെഡറേഷൻ തൃശൂർ ജില്ലാ സെക്രട്ടറി ഷഫീർ മീഡിയ വണിനോട് പറഞ്ഞു. തട്ടിപ്പിനിരയായ സംഘടനകളിൽ സിറോ മലബാർ സഭയുടെ കീഴിലുള്ള ചാരിറ്റബിൾ സംഘടനകളും ഉൾപ്പെട്ടിട്ടുണ്ട്. 355 ഇരുചക്ര വാഹനങ്ങൾ കിട്ടാനുണ്ട്. ലാപ്ടോപ്പ് കിട്ടാനുണ്ട് ഒരു 153 14 എണ്ണത്തിനും കൂടി മൊത്തത്തിൽ ഒരു നമ്പറാണ്. ഒരു 2.5 കോടി അടുത്ത രൂപ ഒരു 8 മാസം മുമ്പ് ഇവർക്ക് ബുക്ക് ചെയ്തിട്ടുള്ളത്. ഈ നമുക്ക് ഇതിനു മുമ്പ് വണ്ടികൾ കിട്ടിയിട്ടുണ്ട് ഒരുപാട്. ഇവരുടെ അതന്നെ ആ ഒരു വിശ്വാസ്യതയാണ് മറ്റുള്ളവര് വന്നിട്ട് ബുക്ക് ചെയ്യുന്നതും നമ്മളും കൊടുക്കുന്നതും. കിട്ടിയതിന്റെ പേരിലാണ് നമ്മൾ വീണ്ടും അപ്രോച്ച് ചെയ്തത്. ഞങ്ങൾക്ക് 8 മാസം മുമ്പ് ബുക്ക് ചെയ്തത് ഏകദേശം 9-10 മാസമായിട്ട് ബുക്ക് ചെയ്തത് കിട്ടാതെ ഇരുന്നപ്പോഴാണ് ഞങ്ങൾ എല്ലാവരും കൂടി തീരുമാനിച്ച് ഇനി പഴയത് കിട്ടിയിട്ട് ഇനി ബുക്ക് ചെയ്താൽ മതി എന്ന് എല്ലാവർക്കും ഇന്റേണൽ ഇൻഫർമേഷൻ കൊടുത്തു. അത് കാരണം ഞങ്ങൾ പിന്നീട് ഒരു ബുക്കിങ്ങും ആരും എടുത്തില്ല. ആനന്ദകുമാർ സാറൊക്കെ ഉണ്ടല്ലോ, അവരും റിട്ടയർഡ് ജസ്റ്റിസ് ഒക്കെ ആയിരുന്നു ഇതിന്റെ അധ്യക്ഷനും തുടക്കകാലത്ത്. നമുക്ക് അവരെ കണ്ടിട്ട് ചേർന്നതാ ഈ സംഘടനയിൽ. അതിൽ 1-ാം പ്രതി അനന്തകൃഷ്ണൻ, 2-മത്തത് ആനന്ദകുമാർ സാറ്, പിന്നെ 3-മത്തത് നാഷണൽ NGO കോൺഫെഡറേഷന്റെ ഡയറക്ടർ ബോർഡ് മെമ്പേഴ്സ് എല്ലാവരും. വിവരങ്ങളുമായി കെ അഖിൽ ചേരുന്നു. അഖിൽ, ഈ തട്ടിപ്പിന്റെ കൂടുതൽ വിവരങ്ങൾ മറനീക്കി പുറത്തു വരികയാണ്. എത്ര കോടിയാണ് ഇവിടെ തട്ടിയത്? വിവരങ്ങൾ അതിന് ഏകദേശം 2.5 കോടി രൂപയോളം നഷ്ടമായിട്ടുണ്ട് എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. ഈ NGO ഏജൻസികൾ വഴി 14 ഏജൻസികൾക്കാണ് ഇത്തരത്തിൽ പണം നഷ്ടമായിരിക്കുന്നത്. അവർ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ NGOയുടെ ചെയർമാനായിട്ടുള്ള ആനന്ദകുമാർ, അയാളെയൊക്കെ കണ്ടുകൊണ്ടാണ് ഇവർ ഇതിലേക്ക് പോയത്. പക്ഷേ ഇതിന് ശേഷം ഇവർ ഈ പണം അടച്ചതിന് ശേഷം ഇവരെ സമീപിക്കുമ്പോൾ ഞാൻ മാസങ്ങൾക്ക് മുൻപേ ഇതിൽ നിന്നും റിസൈൻ ചെയ്തിരുന്നു, അതുകൊണ്ട് എനിക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ലായിരുന്നു പറഞ്ഞ കൈ മലർത്തുന്ന സമീപനമാണ് എടുത്തു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ അനന്തകൃഷ്ണനെയും ആനന്ദകുമാറിനെയും അതുപോലെ തന്നെ NGO ഭാരവാഹികളെയും പ്രതി ചേർത്തുകൊണ്ട് ഇവർ പരാതി നൽകിയിരിക്കുന്നത്. ഇനി 355 ഇരുചക്ര വാഹനങ്ങളുടെ പൈസയും അതോടൊപ്പം 153 ലാപ്ടോപ്പുകൾക്കും 31 തയ്യൽ മെഷീനുകൾ, ഇത്രയും എണ്ണത്തിനാണ് തൃശ്ശൂരിൽ നിന്നും ഈ 14 ഏജൻസികൾ വഴി NGO ഏജൻസികൾ വഴി കൈമാറിയിട്ടുള്ളത്. അതാണ് ഏകദേശം 2.5 കോടി രൂപ വരുന്നത്. ഇവർ വിശ്വാസത്തിലേക്ക് എത്തിയതും ആദ്യഘട്ടത്തിൽ ഇവർക്ക് പലർക്കും ഏകദേശം 600ഓളം ഇരുചക്ര വാഹനങ്ങൾ തൃശ്ശൂർ ജില്ലയിലായി ലഭിച്ചിട്ടുണ്ട് എന്നാണ് ഈ പല NGOകൾ വഴി ലഭിച്ചിട്ടുണ്ട് എന്നാണ് ഇവർ പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇവർ വീണ്ടും ഇതിലേക്ക് പണം നിക്ഷേപിച്ചത്. പക്ഷേ 8 മാസം മുൻപ് പണം നിക്ഷേപിച്ചവർക്കും പണം ലഭിച്ചില്ല. അപ്പോൾ ഇവരും ഇതുമായി ബന്ധപ്പെട്ടു, അതായത് ഇതിനുമായി അനന്തകൃഷ്ണന്റെ ആളുകളുമായി ബന്ധപ്പെട്ടപ്പോൾ അവർ അപ്പോഴാണ് പറയുന്നത് ഇത്തരത്തിൽ തങ്ങൾക്ക് ഈ CSR ഫണ്ട് ലഭിച്ചിട്ടില്ല എന്നുള്ളതും മുൻപ് ലഭിച്ച പണം, അതായത് ആദ്യഘട്ടത്തിൽ ലഭിച്ച പണം എടുത്ത് മറ്റുള്ളവരിൽ നിന്നും ഇപ്പുറത്തേക്ക് പണം ആഡ് ചെയ്തുകൊണ്ടാണ് ഈ വാഹനങ്ങൾ കൊടുത്തത് എന്ന തരത്തിലുള്ള വിവരമൊക്കെ ലഭിക്കുന്നു. ഈ CSR ഫണ്ട് ലഭിച്ചിട്ടില്ല എന്ന വിവരവും അപ്പോഴാണ് ലഭിക്കുന്നത്. പക്ഷെ അപ്പോഴേക്കും ഇവർ ഈ 400-500-ലും അധികം വരുന്ന ആളുകളെ കൊണ്ട് വാഹനത്തിനുള്ള പണമൊക്കെ അടപ്പിച്ചിരുന്നു എന്നുള്ളതാണ്. എന്തായാലും ഈ ജില്ലയിൽ മൊത്തം ഇതുവരെ 355 പേരാണ് നേരത്തെ ഈ സൊസൈറ്റികൾ, സീഡ് സൊസൈറ്റികൾ വഴി ഏകദേശം 150-ലും മുകളിൽ ആളുകൾക്ക് പണം നഷ്ടപ്പെട്ടിരുന്നു. അത് 1.5 കോടി രൂപയോളം വരും. ഇപ്പോൾ ഇതാ ഈ NGO വഴിയും തട്ടിപ്പ് നടന്നിട്ടുണ്ട്. അതിലും നിരവധി പേർ തട്ടിപ്പിന് ഇരയായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത്തരത്തിൽ 2.5 കോടി രൂപയോളം അടുത്ത്, അപ്പോൾ നേരത്തെ 1.5 കോടിയൊക്കെ ചേരുമ്പോൾ 3.5-4 കോടി രൂപയ്ക്ക് അടുത്ത തൃശ്ശൂരിൽ ഇതുവരെ. അപ്പോൾ ഒരുപക്ഷെ ഇനിയും കൂടുതൽ കണക്കുകളിൽ കൂടുതൽ ആളുകളൊക്കെ പുറത്തേക്ക് പരാതിയുമായൊക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ്.